അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൻ്റെ ഭാര്യയെ വിശ്വാസികളായ ആളുകൾക്ക്, ഈമാനുള്ള ആളുകൾക്ക് ഉദാഹരണമായി, മാതൃകയായി അല്ലാഹു പറയുന്നു. ആസിയ ബിൻതു മുസാഹിം, ഫിർഔനിൻ്റെ ഭാര്യയാണവർ. ഫിർഔനിൻ്റെ കൂടെ, ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ സകല സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിച്ചവരാണവർ. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെക്കുറിച്ച് അവർ പഠിച്ചപ്പോൾ, ഇസ്ലാമാണ് ഹക്ക് എന്ന് ബോധ്യമായപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ അത് സ്വീകരിക്കാനും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അത് പ്രഖ്യാപിക്കാനും തയ്യാറായി എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, താൻ ഇസ്ലാം സ്വീകരിച്ചാൽ താൻ തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് മാത്രമേ സുജൂദ് ചെയ്യുകയുള്ളൂ, അവന് മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചാൽ തനിക്ക് ഭൗതികമായി വരാനിരിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ചും ഫിർഔനിൻ്റെ ഭാഗത്ത് നിന്ന് തനിക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചും നല്ല ബോധ്യം ആസിയയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാൻ അവർക്ക് തടസ്സമായില്ല എന്നുള്ളതാണ്. ഫിർഔൻ അവരെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി സകല പരിശ്രമങ്ങളും ചെയ്തു. ആ സമയത്ത് ഫിർഔൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ക്രൂരമായ രൂപത്തിൽ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇദ് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, എൻ്റെ റബ്ബേ, സ്വർഗത്തിൽ നിൻ്റെ അടുക്കൽ എനിക്കൊരു ഭവനം നീ നിർമ്മിച്ചു തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത് കാണാൻ സാധിക്കും, ഇഖ്താറത്തിൽ ജാറ ഖബ്ലദ്ദാർ, അവരല്ലാഹുവിനോട് സ്വർഗത്തിൽ ഭവനം ചോദിക്കുന്നതിന് മുമ്പ് ആ സ്വർഗത്തിൽ ആരായിരിക്കണം തൻ്റെ അടുത്തുണ്ടാകേണ്ടത്, ജാർ ആരായിരിക്കണം എന്നവർ അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹുവിനെയാണ്, അള്ളാഹുവിൻ്റെ സാമീപ്യമാണ് അവർ ചോദിച്ചത്. ഈ ദുനിയാവിൻ്റെ സൗകര്യത്തെക്കാൾ ശാശ്വതമായ പരലോക ജീവിതത്തിന് പ്രാധാന്യം നൽകിയ ആ തിരിച്ചറിവ് നല്ല രൂപത്തിലുണ്ടായിരുന്ന മഹാവ്യക്തിത്വമാണ് ആസിയ ബിൻത് മുസാഹിം. നമുക്കവരിൽ വലിയ മാതൃകയുണ്ട്. ഈ ദുനിയാവിൽ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക്, ചെറിയ പരിഹാസങ്ങൾ കേൾക്കുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെ മാറ്റിവെക്കുന്ന അവസ്ഥയുള്ളവരാണ് നമ്മളെങ്കിൽ, ആസിയ ബിൻതു മുസാഹിബിൻ്റെ ചരിത്രം ആലോചിക്കാനും അവരുടെ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട്.